നന്നായിരുന്നു പ്രീതി. താങ്ക് യു ചേച്ചി. പല്ലവിയിലാകെ എനിക്ക് ശരിക്കും റീക്രിയേറ്റ് ചെയ്തൊക്കെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിൽ നീ എന്നുള്ളതിന് ക്ലാരിറ്റി, എന്നിൽ നീ അതിന് കുറച്ച് ക്ലാരിറ്റി കുറയുന്നുണ്ടായിരുന്നു. പിന്നെ കാറ്റിന്റെ ചുണ്ടുകൾ ഒന്ന് ചെറുതായിട്ടൊന്നും അല്ലാണ്ടായി. മധുരം വിളമ്പുന്ന യാമത്തിനകത്തും ഇത് കുറച്ചൊരു മധുരം വിളമ്പുന്ന യാമം മോള് ഡിഫറെന്റ് ആയിട്ട് അതാ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടും പ്രണയം തുടിക്കുന്ന യാമം തന്നെ, ഞാൻ അറിയാണ്ട് മധുരം വന്നു. അതൊരു വേർഡ് മിസ്റ്റേക്ക്. പിന്നെ പദചലനങ്ങളൊന്നും വിഴുങ്ങിപ്പോയി, സാരല്ല. പാടിയെ മറന്നു, കുറച്ച് ഷാർപ്പായി കേട്ടോ. പിന്നെ ലാസ്റ്റ് ആ ഇംപ്രവൈസേഷൻ പാടിയത് വളരെ നന്നായിരുന്നു. താങ്ക് യു മനോജ്. നല്ലായിരുന്നു. എനിക്ക് ആ കൂടെ എനിക്ക് ഇഷ്ടമായി മോള് പാടിയത്. പക്ഷെ ഞാൻ ഇതുവരെ പ്രീതി വേർഡ് മറന്നു കേട്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നി. ഇത് ഇവിടത്തോടെ നിന്ന് പോട്ടെ, ഇനി അങ്ങോട്ട് ഇത് മറക്കാനേ പാടില്ല. താങ്ക് യു ചേച്ചി. ശ്രീയേട്ടാ നന്നായിരുന്നു കേട്ടോ, വെരി ഗുഡ്. താങ്ക് യു സർ. പറഞ്ഞ പോലെ ഈ കവിതയായി വന്ന് തുളുമ്പി 2 പ്രാവശ്യം ശ്രുതി പോയി. ഒഴുകി വന്ന് എത്തുന്ന എന്നുള്ളതിന്റെ തുന്ന എന്നുള്ള ആ പ്ലേസിലെ ശ്രുതി പോയി. പിന്നെ ഒരു മുളം കാടിന്റെ അവിടെ ശ്രുതി പോയി. പിന്നെ ചിത്ര പറഞ്ഞ പോലെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ, ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ 2 പ്രാവശ്യം പ്രശ്നമായി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അക്ഷരസ്ഫുടതയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ശാദ്വല എന്തുവാണ് പറയുന്നത്? അനുഭൂതിയല്ല, അവിടെ ഞങ്ങൾ കേൾക്കുന്ന ഫൂതി ഫൂതി എന്ന്. കുറെ നാളായിട്ട് ഇത് വെച്ച് കൊണ്ട് നടക്കുകയാണ്. ഭൂ ആണ്, ഭൂ. അനുഭൂതി അങ്ങനെ തന്നെ കേൾക്കണം. അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ അത്. അപ്പൊ അത് ഹിന്ദിയിലെ ഫൂൽ എന്ന് പറഞ്ഞ് പഠിച്ചോ? അതാണോ? അവിടെ ഫൂൽ എന്നാ പറയും. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂൽ അല്ല ആക്ച്വലി പറയാം, ഫൂൽ എന്നാ പറയും. അങ്ങനെ വാക്കില്ലേ? ഫൂൽ ഫൂൽ ഫുലയ്യ എന്ന് പറയത്തില്ലേ? ഫൂൽ ഫുലയ്യ. ഓൾ ദ ബെസ്റ്റ്. സരസ ഇങ്ങനൊരു സ്റ്റേജ് പാടാൻ കിട്ടിയാൻ എന്തൊരു ഭാഗ്യമാ. പ്രീതി അത് ശരിയായിക്കണം കേട്ടോ, എനിക്കും അങ്ങനെ തോന്നി. അറിയാതെ പല്ലവി ആലാപ്പ് പിന്നെ തുടക്കമല്ലേ ചിലപ്പോ ഒരു കാര്യം. അതിനുശേഷം വരുന്ന മമ്മൂട്ടി സാറിന്റെ ഡയലോഗൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ചുരുതി പോവാം. കറക്റ്റ് ആ ഫീല് കിട്ടി കേട്ടോ മമ്മൂട്ടി സാർ പറഞ്ഞതിന്റെ. ആരായിരുന്നു അത്? ഞാൻ ഞെട്ടിപ്പോയി. കട്ട് ചെയ്തിട്ടാ ആണോ? മനോജേട്ടൻ ആണോ? ഭയങ്കര ഒറിജിനാലിറ്റി. എല്ലാരും ഒന്ന് മേടിച്ച്. ഓ, അതിന് നമുക്ക് പാട്ടിലേക്ക് വരാം. അറിയാതെ തുളുമ്പി ചന്ദ്രികയുടെ ചാ എന്നിലെ കവിതയായി തുളുമ്പി. ഇതൊക്കെ നമുക്ക് കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചരണം, യാമം, അതും പിന്നെ അനി. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അസാധ്യമായിരുന്നു കേട്ടോ. ആ ലിങ്ക് വായിച്ചു, സൂപ്പറായിരുന്നു. രോമാഞ്ച കഞ്ചുകത്തിൽ ആയിപ്പോയി, ഞാൻ പെട്ടുപോയി അതിൽ. ഉഗ്രമായിരുന്നു അനി, സൂപ്പർ. പിന്നെ ചരണം എന്താണ്? ലുലു ഷോപ്പാ? എന്താണ് പറഞ്ഞത്? ലായി തുറങ്ങും, അതിൽ അല്ലല്ല എന്നാണോ? അല്ല, ഞാൻ മറന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം പാടിയപ്പോ ശരിയായി, ആദ്യം പാടിയപ്പോ പ്രശ്നമായി. ആദ്യം രണ്ടാമത്തെ പാടിയാ പോരായിരുന്നു? ഞാൻ അത് മറന്നു. അങ്ങനെ പാടാനും മറന്നു? അതങ്ങനെ മറക്കാനാ? നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നു. അതൊക്കെ. പിന്നെ ചലനങ്ങൾ പാടി അറിയാതെ ഇംപ്രൂവൈസ് ചെയ്ത് നന്നായിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ശ്രുതി ചേരാൻ കുറച്ചും കൂടെ നന്നാക്കാതെ ഇത് നല്ല ഉള്ളിൽ തട്ടിപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു പ്രീതി പറ. എക്സ്പ്രഷൻ മനസ്സിലായി. നന്നായിരുന്നു പ്രീതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഫൈനലി ബാല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. യുവർ പെർഫോമൻസ് ക്രിയേറ്റഡ് എ മൂഡ്. ഒരു നല്ല ഒരു മൂഡ് ഉണ്ടായിരുന്നു. ആദ്യം ഈ സോങ് എനിക്ക് കണ്ടപ്പോ, ആക്ച്വലി ഈ റൗണ്ട് ഇസ് റീക്രിയേഷൻ. സോങ് ഇങ്ങനെ കണ്ടപ്പോ അഫ്കോഴ്സ് ഇവിടെ ഇരിക്കുന്ന ആർട്ട് ഡയറക്ടർ വന്ന് സെറ്റ് റീക്രിയേറ്റ് ചെയ്യും, കോസ്റ്റ്യൂമേഴ്സ് വന്ന് കോസ്റ്റ്യൂം റീക്രിയേറ്റ് ചെയ്യും, കൂടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് ഡയറക്ടർ എല്ലാം റീക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ പെർഫോമൻസ് ഹാസ് ടു ബി റീക്രിയേറ്റഡ് ബൈ ദി പെർഫോമർ. നിങ്ങൾ അപ്പൊ ഈ സോങ് കണ്ടപ്പോ ഞാൻ ശരത് സാർ അടുത്ത് ഞാൻ ചോദിച്ചത്, സാർ ഇതില് പെർഫോമൻസിന് ഒന്നും ഇല്ലല്ലോ, എന്തിനാ ഈ സോങ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു. ആക്ച്വലി ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു സോങ് എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ റൗണ്ടിൽ ജയറാം സാറെ പോലെ അഭിനയിച്ചു, ഒരു ഷോൾഡർ താഴ്ത്തി, അതുപോലെ മാനറിസംസ് ഉണ്ടാവും.
ഞാൻ ചോദിച്ചത് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇവിടെ പെർഫോമൻസ് കണ്ടപ്പോൾ ആ മൂഡ് ക്രിയേറ്റ് ആയത് കൊണ്ട് അത് നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നു. യു ബാലൻസ്ഡ് ഇറ്റ് വെരി വെൽ. താങ്ക് യു. അത് മാത്രമല്ല, കൂടെ ഇരുന്ന ഒരു 3 പേര്, അതിൽ ഒരാള് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ അവർക്ക് ഒരു ജോലിയിൽ നിന്ന് 2 പേര് എന്തോ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. So they all filled up the stage very well. So I wish you all the very best. Thank you so much. Let's find out. Shriyata, out of 30. 23. Thank you. Sharat sir. 23. Thank you. Chitra Chechi. 23. Thank you. Bala on 10. 8. 8. Thank you. Total marks, another 77. ദയവായി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എന്റെ വോട്ടിംഗ് ഫോർമാറ്റ് ISS സ്പേസ് പ്രീതി PREE